അപ്പൊ ആളുകള് പലതും പറയും. പക്ഷെ ഞാൻ കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടിക്ക് പോയിട്ട് ആളെ കൊണ്ട് പറയും അതൊന്നുമില്ല. ഈ കള്ളു കുടിക്കുകയും പെണ്ണ് പിടിക്കലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാണായിട്ട് കണക്കാക്കും. ഇതിന്റെ മെയിൻ പ്രശ്നം ചെയ്തില്ല. ഒരു ബസ് സ്റ്റാൻഡിലും ബസ്സുകാർക്ക് നിർത്തിക്കൂടാത്ത അവസ്ഥ. എന്താ ഡാൻസ് എന്നാ പറയാ, തിരിഞ്ഞും മറന്നും നോക്കുന്നുണ്ട് ആരെങ്കിലും. ഞാൻ എന്റെ ഡ്യൂട്ടി കഴിയുന്ന സമയം കിട്ടുമ്പോ 2-3 വീഡിയോ ചെയ്യണേ ഞാനായിട്ട് ഇങ്ങനെ പോവാണ്. നാണുമായിട്ട് ഇങ്ങനെ പോകണം. നാണുമായിട്ട് അല്ലാതെ ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് എത്ര ബാഡ് കമന്റ്സ് എന്റെ ഈ വീഡിയോ കാണുന്നതന്നെ ഒരു കാരണവശാലും സേഫ് തളരരുത്. സത്യം പറയുന്നതിനെന്താ, എന്റെ വീഡിയോ നമ്മൾ കുറെ ആൾക്കാർ ഇവിടെ കട്ട വെയിറ്റിംഗില്ല. പലതും കമന്റ് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ആ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്. ഓ ഇഞ്ചായിട്ട് അവിടെ BBC-യോ അല്ലെ ഖലീജ് ന്യൂസ് ആട്ടല്ലേ ഈ ചാനൽ വരുന്ന മുന്നേ ഞാൻ കേട്ടുപോയി. ഏങ്കർ ആണെങ്കിലും വിചാരിക്കുന്നത് ഞാൻ BBC-യിലുള്ളത്. മറ്റോ വിചാരിക്കുന്നത് ഞാനെന്തോ സ്റ്റേറ്റിൽ ഡാൻസ് കളിച്ചിട്ട് 1/6 റാങ്കെല്ലാം മേടിച്ച് വന്ന ആളെ ഇരിക്കുന്നത് എന്നുള്ള ചിന്തയില്ല. ഒരു നാണയത്തിന്റെ 2 വശങ്ങളായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരു മരുന്നില്ലല്ലോ. നിങ്ങൾ പറ, കേൾക്കോ, നമ്മൾ റെഡിയാ. അപ്പോ ഈ വ്യക്തി, അതായത് സുഹൈൽ എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 90% ആളുകൾ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. 90 അല്ല 100 തന്നെ പറഞ്ഞേക്ക്. 10% കുതിരവട്ടമുള്ള ആൾക്കാരുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ കോളുകളൊക്കെ വരാറുണ്ടോ? വിളിക്കാറുണ്ട്. പുറത്തുനിന്ന് വിളിച്ചിക്ക് തിരൂര് ബസ് സ്റ്റാൻഡിന്റെ കമ്മിറ്റിക്കാരിലും വിളിച്ചിട്ട് പറഞ്ഞിക്കത് ഇങ്ങാട്ടൊരു ഏരിയ കണ്ടിട്ടുണ്ട് കാല് തല്ലി നമ്മൾ പൊളിക്കും. മൊബൈൽ ഉണ്ടാവില്ല, ഒരു കുടം ഉണ്ടാവില്ല, അടിച്ചു ഓടിക്കാൻ ഇടപെടും. പക്ഷെ അതൊന്നും ഇതിലും പറയൂ. ചാനല് BBC അല്ലേ, ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നല്ല. അപ്പൊ പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് ആഴ്ചകൾക്ക് 2 ആഴ്ച മുന്നേ കൊല്ലത്തുനിന്ന് ഒരു അമ്മ വിളിക്കാനിടായി. ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പൊ ഒരു ഫേക്ക് ഐഡിയ ആയിരുന്നു. അപ്പൊ ഞാൻ ഇൻബോക്സ് അല്ലാതെ നോക്കാറില്ല, പൊതുവെ ബാക്കോട്ട് നിൽക്കാറാണ്. കാരണം പല ആളുകളും അപ്പൊ അങ്ങനെ ഈ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ മോന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഒരിറ്റ് കണ്ണുനീരോട് കൂടിയിട്ടല്ലാണ്ട് ഇതൊരിക്കലും അങ്ങോട്ടുള്ള ഭാഗം കാണാനാവില്ല. ഒറ്റ മിനിറ്റ് ഞാൻ കണ്ണട വെച്ച് മറക്കട്ടെ. ഇത് കാണുമ്പോ എന്തായി കഴിഞ്ഞാലും 2 തുള്ളി കണ്ണീര് പോയി കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ കാണും, അത് മോശം. ഒറ്റ മിനിറ്റ്. അപ്പോ എനിക്ക് 58 വയസ്സുണ്ട്. അപ്പൊ മോനൊന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഭാഗത്ത് വരികയാണെങ്കിൽ ഞങ്ങളെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ചാപ്റ്റർ ക്ലോസ് ആക്കിയതല്ലേ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ അമ്മക്ക് 58 വയസ്സായി. 10-30 കൊല്ലത്തെ പകയായത് ഇവനോടുള്ള. ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടിട്ട് കരണക്കുറ്റി ഇടയ്ക്കിട്ടൊന്ന് കൊടുത്തിട്ട് മരിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തായി, നിർഭാഗ്യവശാല് അന്നത്തെ ദിവസം തന്നെ വേറൊരു റീൽ ഇവന്റെ കണ്ട് അതോടെ ആള് ക്ലോസ് ആയി. എന്ത് തള്ളാ സൈഫ് തള്ളുന്നത് അല്ലേ. എനിക്ക് താമരശ്ശേരി ചുരത്തിന്റെ അടിയിൽ പോയി നിന്നൂടെ. ഏറി വന്നൊരു 10-40 കിലോമീറ്റർ അല്ല എന്റെ വീട്ടിൽ നിന്നുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ ഈ ലോറിയും വണ്ടിയെല്ലാം ചിലപ്പോ ചുരംകാരം കുറച്ച് ബുദ്ധിമുട്ടുന്നതാണ്. പിഞ്ഞിണ്ടമ്മയില്ല തള്ളി അങ്ങ് എത്തിച്ചു കൊടുക്കല്ലോ മേലേക്ക്. ഇത് കേട്ടിരിക്കുന്ന ഒരു ആങ്കർ, BBC ആങ്കർ, രണ്ടിനെ എടുത്ത് കോളത്ത് കൊണ്ടുവരണം ഉള്ള പറയുന്നത്. ഇത് 3-3.5 മണിക്കൂറല്ലേ ഇരുന്ന് ചർച്ച ചെയ്ത്. നിങ്ങൾക്ക് മൂത്രം നോക്കണ്ടേ? അതാണ് കിരിയാത്ത. ഇതെന്താ ഇത് അല്ലേ? മമ്മൂട്ടി അടക്കം 15-20 മിനിറ്റ് ആയിരിക്കുന്നുള്ളൂ. പെടുത്താറില്ല. പിന്നെ കളിയാക്കുന്നവർ എന്റെ സുഹൃത്തിന്റെ കൂട്ടത്തിലും ഉണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ഞാൻ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി കിട്ടിയിട്ട് അടുത്ത ഭാഗത്തെ കണ്ണിന് വരെ കാഴ്ച കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അമ്മാതിരി കിട്ടല്ലേ ഇവർക്ക് എടുത്ത് കിട്ടി. 2 ദിവസം മുന്നേ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് നീ എന്റെ സുൽത്താൻ അല്ലേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ട്രെൻഡിങ് ആണ്. അത് ചെയ്യുന്ന സമയത്ത് അവൻ ഭയങ്കര വൈബായിരുന്നു. സൈഫ് ഇങ്ങനൊക്കെ ആക്കിയിട്ട് ഭയങ്കര വൈബ് ചെയ്ത് കഴിഞ്ഞ് രാത്രി ആയപ്പോ ഇൻബോക്സിൽ